നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. LBS വഴി BSc നഴ്സിംഗിന് ഏതൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുമാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. 2023 വരെ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടുന്നതിന് വേണ്ടി LBS വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടിയിരുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു അഡ്മിഷൻ നടത്തിയിരുന്നത്. LBSന്റെ വെബ്സൈറ്റിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. LBSന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി. ഒരു കുട്ടിക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷനായിട്ട് വെക്കുവാൻ സാധിക്കും. +2ന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആണ് അലോട്ട്മെന്റ് നടത്തുന്നത്. ടൈ വരുന്ന സാഹചര്യത്തിൽ ഇംഗ്ലീഷിന്റെ മാർക്ക് കൂടി പരിഗണിക്കും. LBS വഴി ലഭിക്കുന്നത് മെറിറ്റ് സീറ്റാണ്. മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന OBC, EWS വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീസിൽ യാതൊരുവിധ ഇളവുകളും ഉണ്ടായിരിക്കുകയില്ല. സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസിൽ ഇളവും സീറ്റ് റിസർവേഷനുകളും ഉണ്ട്. അവർക്ക് ഗ്രാൻസ് വഴി അവരുടെ മെസ് ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ് എന്നിവയെല്ലാം ലഭിക്കുന്നതാണ്. മലബാർ ക്യാൻസർ സെന്ററിന്റെ അണ്ടറിലുള്ള കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി LBS വഴി മാത്രം ആപ്ലിക്കേഷൻ നൽകിയാൽ മതി. സിമെറ്റിന്റെ അണ്ടറിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് 2021 വരെ സിമെറ്റിന്റെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടിയിരുന്നത്. എന്നാൽ 2022 മുതൽ സിമെറ്റിന്റെ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലെയും അഡ്മിഷൻ LBS വഴി മാത്രമാണ് നടത്തുന്നത്. അതിനുവേണ്ടി പ്രത്യേകം വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ നൽകേണ്ട ആവശ്യമില്ല. LBS വഴി മാത്രം ആപ്ലിക്കേഷൻ നൽകിയാൽ മതി. സിമെറ്റിന്റെ കോളേജുകളിൽ NRI സീറ്റുകൾ ഉള്ള കോളേജുകൾ ഉണ്ട്. അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി LBS വഴി ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ NRI സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനും ഡോക്യുമെന്റ്സുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് NRI സീറ്റ് ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അലോട്ട്മെന്റിന്റെ സമയത്ത് അതിലേക്ക് പരിഗണിക്കുകയുള്ളൂ. വിവിധ സ്ഥലങ്ങളിലുള്ള സിമെറ്റിന്റെ കോളേജുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സിപാസിന്റെ അണ്ടറിലുള്ള കോളേജുകളുടെ ലിസ്റ്റാണ് ഇത്. സിപാസിന്റെ എല്ലാ കോളേജുകളിലെയും മുഴുവൻ സീറ്റുകളിൽ പകുതി സീറ്റുകളുടെ അഡ്മിഷൻ മാത്രമാണ് LBS വഴി നടത്തുന്നത്. ബാക്കി പകുതി സീറ്റുകളുടെ അഡ്മിഷൻ സിപാസിന്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകി സിപാസ് തന്നെ അലോട്ട്മെന്റ് നടത്തിയാണ് അഡ്മിഷൻ നൽകുന്നത്. കോഓപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇതിന്റെ കീഴിൽ 2 കോളേജുകളാണ് ഉള്ളത്. മുഴുവൻ സീറ്റുകളിലെയും അഡ്മിഷൻ LBS വഴി മാത്രമാണ് നടത്തുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും മുഴുവൻ സീറ്റുകളിൽ പകുതി സീറ്റുകളിലെ അഡ്മിഷൻ LBS വഴിയാണ് നടത്തുന്നത്. പകുതി സീറ്റുകളിലെ അഡ്മിഷൻ പ്രൈവറ്റ് കോളേജുകളുടെ തന്നെ അസോസിയേഷൻ വഴി ആപ്ലിക്കേഷൻ നൽകിയാണ് നടത്തിയിരുന്നത്. ഈ വർഷം ഓരോ കോളേജുകളും സ്വന്തമായി നടത്തുന്ന അലോട്ട്മെന്റുകൾ വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത് എന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. +2ന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് LBS വഴിയുള്ള അലോട്ട്മെന്റുകളും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും അലോട്ട്മെന്റുകൾ നടക്കുകയുള്ളൂ. അതിനാൽ ഈ കാര്യത്തിൽ ഇതുവരെയും ഉറപ്പായിട്ടുള്ള ഒരു തീരുമാനങ്ങളും വന്നിട്ടില്ല. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ചില കോളേജുകളിൽ ക്രിസ്ത്യൻ മൈനോരിറ്റി സീറ്റുകളും മുസ്ലിം മൈനോരിറ്റി സീറ്റുകളും ഉണ്ട്. ഈ സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി മൈനോരിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. മൈനോരിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത അപേക്ഷകൾ മൈനോരിറ്റി റിസർവേഷന് വേണ്ടി പരിഗണിക്കുന്നതല്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലെല്ലാം ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ക്രിസ്ത്യൻ മൈനോരിറ്റി സീറ്റുകൾ ഉണ്ട്. ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് ഓരോ കാറ്റഗറിയിലുമുള്ള കുട്ടികൾ ഫീസ് കൺസെഷനും സീറ്റ് റിസർവേഷനും ലഭിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു കുട്ടിക്ക് ഈ കോളേജുകളുടെ ലിസ്റ്റിൽ നിന്ന് എത്ര കോളേജുകൾ വേണമെങ്കിലും ഓപ്ഷനായിട്ട് വെക്കുവാൻ സാധിക്കും. എങ്കിലും ഓരോരുത്തരും കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വേണം കോളേജുകൾ സെലക്ട് ചെയ്യുവാൻ. ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് ടോപ്പ് റാങ്കിങ്ങിൽ ഉള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ആവറേജ് മാർക്കുള്ള കുട്ടികൾ ആവറേജ് ലെവലിലുള്ള കോളേജുകൾ വേണം സെലക്ട് ചെയ്യുവാൻ.
പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ മുസ്ലിം മൈനോരിറ്റി സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ ഉണ്ട്. LBS വഴി ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചാൽ ഓരോ വിഭാഗത്തിലും ഉള്ളവർ നൽകേണ്ട ഫീസിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. BSc നഴ്സിംഗിന്റെ അലോട്ട്മെന്റ് തുടങ്ങിയതിനു ശേഷമാണ് BSc പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റ് തുടങ്ങുന്നത്. പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നും ഓരോ കോഴ്സുകളും ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നും ഈ ലിസ്റ്റിൽ ഉണ്ട്. ഒരു കുട്ടിക്ക് തന്നെ BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ഓപ്ഷനായിട്ട് വെക്കുവാൻ സാധിക്കും. BSc നഴ്സിംഗിന്റെ അലോട്ട്മെന്റ് ആണ് ആദ്യം നടക്കുന്നത്. BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിക്ക് പിന്നീട് പാരാമെഡിക്കൽ കോഴ്സിന്റെ അലോട്ട്മെന്റ് നടക്കുമ്പോൾ പാരാമെഡിക്കൽ കോഴ്സാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അതിൽ പങ്കെടുത്ത് പാരാമെഡിക്കൽ കോഴ്സിൽ അഡ്മിഷൻ നേടുവാനും സാധിക്കും. 2 അലോട്ട്മെന്റുകളിലും പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്യുവാനും സാധിക്കും. BSc നഴ്സിംഗിനാണ് സീറ്റുകൾ കൂടുതലായിട്ട് ഉള്ളത്. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് BSc നഴ്സിംഗിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സീറ്റുകൾ കുറവാണ്. ചില പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.